എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സെലക്ട് സ്റ്റേറ്റ്മെന്റുകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഓർഡർ ബൈ, ഗ്രൂപ്പ് ബൈ, അതേപോലെ തന്നെ ഹാവിങ് തുടങ്ങിയ ക്ലോസുകൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഏത് രീതിയിലായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും. ആദ്യമായിട്ട് ഓർഡർ ബൈ ക്ലോസ് നോക്കുക. നമുക്ക് സാധാരണ ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ടപ്പിൾസ് അഥവാ റോകൾ പ്രത്യേക ഒരു ഓർഡർ ആയിരിക്കത്തില്ല. എന്നാൽ നമുക്ക് ഈ ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച കിട്ടുന്ന റിസൾട്ടിനെ സോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രധാനമായും രണ്ട് രീതിയിലുള്ള സോർട്ടിംഗ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. ഒന്ന് അസെൻഡിങ് ഓർഡറും വേറൊന്ന് ഡിസെൻഡിങ് ഓർഡറുമായിരിക്കും. നോർമലായിട്ടുള്ള ഒരു ഓർഡർ ബൈ ക്ലോസിൽ അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് അസെൻഡിങ് ആണ്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ റിവേഴ്സ് ഓർഡർ, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിലും സോർട്ടിങ് നടത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് സാധ്യമാകുന്നത് സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം അതിന്റെ റിലേഷന്റെ പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്ലോസ് കൂടെ ആഡ് ചെയ്യാവുന്നതായിരിക്കും. അപ്പൊ ഇത് കോളങ്ങളുടെ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തി കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തിട്ടോ നമുക്ക് ഒരു സോർട്ട് കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റിലേഷനിലുള്ള ടപ്പിൾസിനെ സോർട്ട് ചെയ്ത് ആവശ്യമുള്ള തരത്തിലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫൈൻഡ് ബാങ്ക് അക്കൗണ്ട്സ് വിത്ത് എ ബാലൻസ് അണ്ടർ 700. അപ്പൊ ഇത് സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്വറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറയുന്ന പേരിലുള്ള ഒരു റിലേഷൻ സങ്കല്പിക്കുക. അപ്പൊ അതിലെ വിവിധ ആട്രിബ്യൂട്ടുകളാണ് അക്കൗണ്ട് നമ്പരും ബാലൻസും എന്ന് വയ്ക്കുക. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്നത് സെലക്ട് അക്കൗണ്ട് നമ്പർ ബാലൻസ് ഫ്രം അക്കൗണ്ട് വേർ ബാലൻസ് ലെസ് ദാൻ 700. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ബാലൻസ് 700-നേക്കാൾ കുറവുള്ള അക്കൗണ്ട് നമ്പറുകളുടെ ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് ലഭ്യമാക്കുന്നത്. ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമുക്കൊന്ന് സോർട്ട് ചെയ്യണമെന്ന് വെക്കുക. ഈ ബാലൻസ് എമൗണ്ടുകളുടെ ഒരു അസെൻഡിങ് ഓർഡറിൽ അങ്ങോട്ട് സോർട്ട് ചെയ്യണമെന്ന് വെക്കുക. അപ്പൊ അതിന് കൊടുക്കുവാനായിട്ട് അഡീഷണൽ ആയിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ക്വറിയോടൊപ്പം നിങ്ങൾക്ക് ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു ക്ലോസ് യൂസ് ചെയ്യാം. അതിനുശേഷം ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണോ സോർട്ടിങ് നടത്തേണ്ടത് എന്നുള്ളതും പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വറി ശ്രദ്ധിക്കുക. സെലക്ട് അക്കൗണ്ട് നമ്പർ ബാലൻസ് ഫ്രം അക്കൗണ്ട് വേർ ബാലൻസ് ലെസ് ദാൻ 700 ഓർഡർ ബൈ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസിന്റെ അസെൻഡിങ് ഓർഡർ ഉള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം 350 ബാലൻസ് ആണ്, പിന്നെ 400 ബാലൻസ്, പിന്നെ 500 ബാലൻസ്, പിന്നീട്
625 ബാലൻസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് അസെൻഡിങ് ആണ്. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ DSC എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് റിവേഴ്സ് ഓർഡറിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ A1, A2 എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ടുകൾ നിങ്ങൾ ഓർഡർ ബൈ ക്ലോസിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം റിസൾട്ട് സോർട്ട് ചെയ്യുന്നത് A1ന്റെ ഓർഡറിലായിരിക്കും. ഇനി A1ന്റെ വാല്യൂ ഒരുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ then the result are sorted by A2. അപ്പൊ അങ്ങനെ പ്രൈമറി കീയും സോർട്ടിങ്ങിൽ പ്രൈമറി കീയും സെക്കൻഡറി കീയൊക്കെ കൊടുത്ത് നമുക്ക് റിസൾട്ടിനെ സോർട്ട് ചെയ്യാനായിട്ട് ഓർഡർ ബൈ ക്ലോസിനോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഓരോ ആട്രിബ്യൂട്ടിനോടൊപ്പവും നിങ്ങൾക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് എന്ന് പറയുന്ന ആ കീവേഡുകൾ ആഡ് ചെയ്തുകൊണ്ട് സോർട്ടിങ്ങിനെ ഇൻക്രീസിംഗ് ഓർഡറിലോ അഥവാ ഡിക്രീസിംഗ് ഓർഡറിലോ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. റിട്രീവ്സ് എ ലിസ്റ്റ് ഓഫ് ഓൾ ബാങ്ക് ബ്രാഞ്ചസ് ഓർഡർ ബൈ ബ്രാഞ്ച് സിറ്റി. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം ബ്രാഞ്ച്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു എല്ലാ ആട്രിബ്യൂട്ടുകളും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സെലക്ട് സ്റ്റാർ ഫ്രം ബ്രാഞ്ച് ഓർഡർ ബൈ ബ്രാഞ്ച് സിറ്റി അസെൻഡിങ് then assets descending. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ആദ്യം കൊടുക്കുന്ന കീ അഥവാ പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് സിറ്റി ആണ്. അപ്പോ അതിന്റെ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും ഇവിടെ സോർട്ടിങ് ഉണ്ടാകുന്നത്. എന്നാൽ സെയിം ബ്രാഞ്ച് സിറ്റികൾ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡറി കീ എടുക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ആദ്യത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടപ്പിളേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കുക, ബ്രൂക്ലിനിലുള്ള ബ്രാഞ്ച് നോക്കുക, അവിടെ 2 ടപ്പിൾസ് ഉണ്ട്. അപ്പൊ ആ 2 ടപ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് കൂടെ അവിടെ സംഭവിക്കും. അഥവാ സെക്കൻഡറി കീ ബേസ് ചെയ്തിട്ട് ഒരു സോർട്ടിംഗ് കൂടെ സംഭവിക്കും. അവിടെ അസറ്റ്സ് ആയിരിക്കും നോക്കുന്നത്. അപ്പൊ അസറ്റ്സിന്റെ ഡിസെൻഡിങ് ഓർഡർ നോക്കുന്നതുകൊണ്ട് അസറ്റ്സ് കൂടുതലുള്ള ടപ്പിളായിരിക്കും ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം അടുത്ത ടപ്പിളും കാണിക്കും. അപ്പോ പ്രൈമറി കീ സെയിം ആയിട്ട് വരുന്ന സ്ഥലത്ത് പിന്നെ സെക്കൻഡറി കീയുടെ ബേസിൽ സോർട്ടിംഗ് നടക്കുന്നതായിരിക്കും. അത്തരത്തിൽ റിസൾട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് റിലേഷണൽ ആൾജിബ്രയുടെ കൂടെ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, സം, ആവറേജ്, കൗണ്ട്, മിനിമം, മാക്സിമം തുടങ്ങിയവയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ റിലേഷണൽ ആൾജിബ്രൈക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചില പ്രത്യേക തരത്തിലുള്ള റിസൾട്ടുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസും നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വറി നോക്കുക. ഫൈൻഡ് ആവറേജ് ബാലൻസ് ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ ഞാനിവിടെ പറയാണ്, ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് ബാലൻസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ സെലക്ട് ആവറേജ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ആവറേജ് എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ പറയുകയാണ്. പിന്നെ ഒരു കോളൻ നെയിം അഥവാ ആട്രിബ്യൂട്ട് പറയുകയാണ്. ഫ്രം അക്കൗണ്ട് വേർ ബ്രാഞ്ച് നെയിം ഈസ് ഈക്വൽ ടു ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബ്രാഞ്ചിലെ അക്കൗണ്ടുകളുടെ ആവറേജ് ബാലൻസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അതിന്റെ റിസൾട്ട് ഈ പറയുന്ന രീതിയിലായിരിക്കും. ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാകുന്നത്. ഇത് തന്നെ വേറൊരു രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. സെലക്ട്
മാക്സിമം എമൗണ്ട് ആസ് മാക്സ് എമൗണ്ട് ഫ്രം ലോൺ. ലോൺ എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് റിലേഷനിൽ നിന്ന് നമ്മൾ എമൗണ്ടിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിനെ മാക്സ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു പേരിൽ എടുത്ത് സ്റ്റോർ ചെയ്ത് റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ കിട്ടുന്ന റിസൾട്ടിനെ റീനെയിം ചെയ്ത് അതിനെ ഒരു മാക്സ് എമൗണ്ട് ആക്കുന്നു. ആ മാക്സ് എമൗണ്ടിന്റെ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി സാധാരണ ഇത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടല്ല അതിന്റെ സിന്റാക്സ് എങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള എറേഴ്സുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോക്കാം, സെലക്ട് ബ്രാഞ്ച് നെയിം മാക്സിമം എമൗണ്ട് ആസ് മാക്സ് എമൗണ്ട് ഫ്രം ലോൺ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട് റീനെയിം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കത്തില്ല, അതൊരു എറർ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി കൃത്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. സെലക്ട് മിനിമം എമൗണ്ട് ആസ് മിനിമം എമൗണ്ട്, മാക്സിമം എമൗണ്ട് ആസ് മാക്സ് എമൗണ്ട് ഫ്രം ലോൺ. ഇവിടെ നമ്മൾ രണ്ട് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഒരുമിച്ച് ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതേപോലെ തന്നെ മിൻ എന്ന് പറയുന്ന ഫംഗ്ഷനും ഒരുമിച്ച് ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉപയോഗിച്ചിട്ട് രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയി റീനെയിം ചെയ്ത് അതിനെ കാണിച്ചിരിക്കുകയാണ്. അതായത് എമൗണ്ടുകളിൽ മിനിമം വാല്യൂവിനെ മിൻ അണ്ടർസ്കോർ എമൗണ്ട് എന്നുള്ള ഒരു പേരിലും അതേപോലെ തന്നെ എമൗണ്ടുകളിൽ മാക്സിമം വാല്യൂവിനെ മാക്സ് അണ്ടർസ്കോർ എമൗണ്ട് എന്ന് പറയുന്ന പേരിലും അത് ലിസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ക്ലോസ് ആണ് ഹാവിംഗ് എന്ന് പറയുന്ന ക്ലോസ്. ഇത് ഇത്തരത്തിലുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷനുകളുടെ ഒപ്പമോ അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഫംഗ്ഷനോട് അല്ലെങ്കിൽ ക്ലോസുകൾക്ക് ഒപ്പമോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഒരു ക്ലോസ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങളുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ വൈസിൽ ഗ്രൂപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ ഏതെങ്കിലും കസ്റ്റമർ ബ്രാഞ്ചിന്റെ വൈസിൽ ഗ്രൂപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള റിലേഷനിലുള്ള കപ്പിൾസിനെ ഗ്രൂപ്പ് ചെയ്ത് റിസൾട്ടുകൾ പ്രിന്റ് ചെയ്ത് കാണിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ വെയർ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിക്കുകയും ഇനി ആ ചില സന്ദർഭങ്ങളിൽ ഗ്രൂപ്പ് ബൈ ക്ലോസിനോടൊപ്പം തന്നെ നമുക്ക് ഹാവിംഗ് ക്ലോസുകൾ ഉപയോഗിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഫൈൻഡ് ഓൾ കസ്റ്റമേഴ്സ് വിത്ത് മോർ ദാൻ വൺ ലോൺ. ഒന്നിൽ കൂടുതൽ ലോൺ ഉള്ള കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ടാണ് നമ്മളുടെ ഒരു ക്വറി. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന SQL ക്വറി നോക്കുക. സെലക്ട് കസ്റ്റമർ നെയിം then count star as number of loans. ഇവിടെ നമ്മൾ കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ടപ്പിൾസിനെ കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രം ബോറോവർ എന്ന് പറയുന്ന റിലേഷനിൽ നിന്നായിരിക്കും നമ്മൾ ഈ പറയുന്ന ആട്രിബ്യൂട്ടുകളെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഗ്രൂപ്പ് ബൈ കസ്റ്റമർ നെയിമിന്റെ ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുക. അതായത് ലോൺ എടുത്തവർ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണും. അപ്പോ നമ്മൾ കസ്റ്റമർ നെയിമിന്റെ ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ 5 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ടപ്പിൾസ് ആയിരിക്കും ഒരുമിച്ച് വരുന്നത്. അപ്പോ ഗ്രൂപ്പ് ബൈ കസ്റ്റമർ നെയിം ഹാവിംഗ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 1. അതായത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ
ഒരേ കസ്റ്റമർ നെയിമിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കസ്റ്റമർ നെയിം പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇനി അതേപോലെ തന്നെ എത്ര ലോൺ ഉണ്ടെന്നുള്ളത് നമ്പർ ഓഫ് ലോൺസ് എന്ന് പറയുന്ന ഒരു കോളം ഹെഡിങ്ങിലും പ്രിന്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതായിരിക്കും ഈ കറസ്പോണ്ടിങ് ക്വറിയുടെ മീനിങ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു റിസൾട്ട് നോക്കാം. കസ്റ്റമർ നെയിം സ്മിത്ത്. അപ്പോൾ സ്മിത്ത് 3 ലോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള കൗണ്ട് ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കുകയും അതിനെ നമ്പർ ഓഫ് ലോൺസ് എന്ന് പറയുന്ന ഒരു പുതിയ കോളം ഹെഡിങ്ങിന്റെ പേരിൽ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബൈ ക്ലോസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിലേഷനിലുള്ള ടപ്പിൾസിനെ കമ്പൈൻ ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ആ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു കറസ്പോണ്ടിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാവിംഗ് ക്ലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ടപ്പിൾസുകളുടെ കൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്കിപ്പോ ഈ സ്ലൈഡിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി സാധാരണ നമ്മൾ സെലക്ട് തരുന്ന റിസൾട്ടിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് റോസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ സാധാരണ ഡിസ്റ്റന്റ് എന്ന് പറയുന്നൊരു കീവേഡ് ഉപയോഗിക്കും. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. സെലക്ട് ഡിസ്റ്റിങ്ക്ട് ഡിപ്പാർട്ട്മെന്റ് ID ഫ്രം എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. ആ റിലേഷനിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഐഡികൾ ഒന്നിൽ കൂടുതൽ കാണാം. ഇനി ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡിഫറെന്റ് എംപ്ലോയീസ് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ഡിസ്റ്റിങ്ക്ട് ഡിപ്പാർട്ട്മെന്റ് ID എന്നാണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് അഥവാ റോസ് റിസൾട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യും. അതായത് ഈ ഒരു ക്വറിയുടെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് എത്ര ഡിപ്പാർട്ട്മെന്റ് ഐഡികൾ അവിടെയുണ്ടോ അത്രയും ഡിപ്പാർട്ട്മെന്റുകളുടെ ID ആയിരിക്കും റിസൾട്ടായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി സാധാരണ ചില ക്വറികൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില എററുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ദാറ്റ് കറന്റ്ലി ഹാവ് ലോൺസ്. ലോൺസ് ഉള്ള കറസ്പോണ്ടിങ് ബ്രാഞ്ചുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് പറയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വറി ഇങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കുക. സെലക്ട് കൗണ്ട് ഓഫ് ബ്രാഞ്ച് നെയിം ഫ്രം ലോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു ക്വറി ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് മേ ഹാവ് മൾട്ടിപ്പിൾ ലോൺസ്. അപ്പൊ അതിന് പകരം ഇത് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സെലക്ട് കൗണ്ട്, പിന്നെ പറയാണ് ഡിസ്റ്റിങ്ക്ട് ബ്രാഞ്ച് നെയിം, ഡിസ്റ്റിങ്ക്ട് ബ്രാഞ്ച് നെയിം ഫ്രം ലോൺ. ഇപ്പൊ ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ടപ്പിളുകൾ ഉള്ള ആ ബ്രാഞ്ച് നെയിമുകളിൽ നിന്ന് സിംഗിൾ ബ്രാഞ്ചിനെ എടുക്കുകയും ആ ബ്രാഞ്ചിൽ എത്ര ലോണുകൾ ഉണ്ടെന്നുള്ളത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഡിസ്റ്റിങ്ക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. കൗണ്ട് ഫംഗ്ഷനെ കുറിച്ചിട്ട് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോ സാധാരണ അതിലുള്ള ടപ്പിൾസുകൾ കൗണ്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് കൗണ്ട് ചെയ്യാനായിട്ടോ നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൗണ്ട് സ്റ്റാർ കൊടുക്കാനായിട്ട് പറ്റും. ഗ്രൂപ്പ് ചെയ്യുമ്പോഴോ അതേപോലെ തന്നെ ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് എത്ര ടപ്പിൾസുകൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള എത്ര റോകൾ ആ ഒരു റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുവാനായിട്ട് നിങ്ങൾക്ക് കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റോകൾ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന കൗണ്ട് ഫംഗ്ഷൻ അത് ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ കൗണ്ട് ഫംഗ്ഷൻ നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം
വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗ്രൂപ്പിംഗ് ഒന്നുകൂടെ ഞാൻ വിശദമാക്കുകയാണ്. സാധാരണ ഇതേപോലെ അഗ്രിഗേറ്റ് വാല്യൂസ് ഒക്കെ കൗണ്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് നമ്മുടെ റിലേഷനിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടപ്പിൾസിനെ ഗ്രൂപ്പ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത്തരം അവസരങ്ങളിലാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിക്കുന്നത്. ഗ്രൂപ്പ് ബൈ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകളുടെയോ അല്ലെങ്കിൽ കോളങ്ങളുടെയോ പേരുകൾ പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന കോളത്തിന്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യും. ഇനി ആ ഗ്രൂപ്പിൽ ഒന്നിൽ കൂടുതൽ റോകൾ വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഗ്രൂപ്പിൽ തന്നെ പിന്നീട് രണ്ടാമത് കൊടുത്തു വെച്ചിരിക്കുന്ന സബ് ഗ്രൂപ്പിന്റെ ഓർഡർ അല്ലെങ്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന കോളത്തിന്റെ ഓർഡറിലായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു കുറി നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ലോൺ എമൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. എല്ലാ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ലോൺ എന്ന് പറയുന്ന ഒരു റിലേഷൻ നോക്കുക. ആ റിലേഷനിൽ നിന്ന് ആവറേജ് ലോൺ എമൗണ്ട്, എല്ലാ ബ്രാഞ്ചിലുള്ള ആവറേജ് ലോൺ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോ കൊടുത്തിരിക്കുന്ന കുറെ നോക്കുക. സെലക്ട് ബ്രാഞ്ച് നെയിം ദെൻ ആവറേജ് എമൗണ്ട് ആസ് ആവറേജ് എമൗണ്ട്. ആസ് ആവറേജ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന റിസൾട്ടിനെ AVG_amount എന്ന് പറയുന്ന പേരിലായിരിക്കും സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത്. ഫ്രം ലോൺ ഗ്രൂപ്പ് ബൈ ബ്രാഞ്ച് നെയിം. ബ്രാഞ്ച് നെയിം എന്ന് പറയുന്ന ആ ഒരു കോളം വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുകയും ആ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആവറേജ് എമൗണ്ട് കണ്ടുപിടിച്ച് ഒരു പർട്ടിക്കുലർ വേരിയബിളിലാക്കി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോക്കുക. കിട്ടുന്ന റിസൾട്ടിൽ ഇപ്പോൾ സെൻട്രൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ പേരിലുള്ള ബ്രാഞ്ചിലെ ആവറേജ് എമൗണ്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ലോൺ എമൗണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് നോർത്ത് ടൗൺ ബ്രാഞ്ചിന്റെ ലോൺ എമൗണ്ടും അല്ലെ ആവറേജ് എമൗണ്ടും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ബ്രാഞ്ച് നെയിമിന്റെ ഓർഡറിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ ആവറേജ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഒക്കെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഇല്ലാതെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാനായിട്ടും ഗ്രൂപ്പ് ബൈ ക്ലോസുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിവിധ തരത്തിലുള്ള സോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഗ്രൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടും അഗ്രിഗേറ്റ് ഫംഗ്ഷനുകളെ കുറിച്ചിട്ടും എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ചാനലിന്റെ ലിങ്കുകൾ പാസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.